അസ്സലാമലൈക്കും. മുത്തുമണി സുഖല്ലേ എല്ലാവർക്കും? രാവിലത്തെ തിരക്കൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം പുറത്തു കൂടാനൊക്കെ ഒന്ന് വന്ന് നോക്കുകയാണ് കുട്ടികളൊക്കെ എന്താ ചെയ്യണമെന്നൊക്കെ. കുറച്ച് നേരം കിച്ചണിൽ നിന്നൊന്ന് പുറത്തേക്ക് വന്നതാണ്. രാവിലത്തെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് കറി രാവിലത്തെ നൂൽപുട്ട് കറി ഒക്കെ കഴിഞ്ഞ് കിച്ചണൊക്കെ ആകെ അലമ്പായി കിടക്കുകയാണ്. നമുക്കിനി അതൊക്കെ ഒന്ന് ക്ലീനാക്കി സെറ്റാക്കണം ഇൻഷാ അല്ലാഹ്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉച്ചക്കത്തെ കുറച്ച് കാര്യങ്ങളാണ്. രാവിലത്തെ എനിക്ക് ആ ഒരു തിരക്കിലെടുക്കാൻ പറ്റിയില്ല. ഉച്ചക്കത്തെ കുറച്ച് കാര്യങ്ങളാണ്. ആദ്യം തന്നെ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുക. അതിന് ശേഷം നമുക്ക് ഉച്ചക്കത്തെ ചോറ് കാര്യങ്ങളൊക്കെ സെറ്റാക്കാം. ഫസ്റ്റ് നമുക്ക് ചോറിനില്ല വെള്ളം വെക്കാം. ചോറിനില്ല വെള്ളം വെച്ച് അരി കഴുകി കൊടുത്ത് നന്നായിട്ട് കഴുകുക അരി. വെള്ളം ചൂടായിട്ടുണ്ട്. പിന്നെ നമുക്ക് അരി ഇട്ട് കൊടുക്കുക. അപ്പോൾ ചോറ് അവിടെ കിടന്നാവട്ടെ. നമുക്കിനി ഫ്രിഡ്ജിലെ മീനും കാര്യങ്ങളൊക്കെ എടുത്ത് കൊണ്ടുവരാം. പിന്നെ നമ്മൾ ഇന്ന് വേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. മീന് നമുക്ക് ബീട്രൂട്ട് കൊണ്ടൊരു തോരന്, മത്തം വെച്ച് നമുക്ക് കറി ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഉപ്പേരി കൂട്ടാൻ പോലെ അങ്ങനെ എന്തെങ്കിലും ആക്കാം. അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട്. മീനാണെങ്കിൽ മക്കൾക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല. അപ്പോൾ അവർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ സെറ്റാക്കണം. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആക്കട്ടെ. ഞാൻ മത്തന് ഞാൻ കുക്കറിലാക്കിയിട്ടുണ്ട്. മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ടുണ്ട്. ബീട്രൂട്ട് പീൽ ചെയ്യാം. ബീട്രൂട്ട് നമുക്കിനി ചോപ്പറിലിട്ടിട്ട് അടിക്കാം. മീൻ അവിടെ കടന്ന് പൊരിയുന്നുണ്ട്. കറി 2 കൂക്കൊക്കെ ആയി, ഏകദേശം സെറ്റായി. ഈ മീൻ എന്താണ് ഇതിൻ്റെ പേരെന്നറിയില്ല. ഒരു കഷ്ണ മീൻ. കുട്ടികൾക്കൊന്നും ഇത് ഇഷ്ടമല്ല. അപ്പം നമുക്ക് കുറച്ചൊക്കെ അമ്മാക്കും ബാവാക്കും വേണ്ടി മാത്രം പൊരിക്കുക. ഒലക്കില്ല വേറെ എന്തെങ്കിലുമൊക്കെ സെറ്റാക്കാം. നമുക്ക് ഇത് ചോപ്പറിലിട്ട് അടിക്കാം. ബീട്രൂട്ട് അതേപോലെ ഉപ്പ് മുളകൊക്കെ ഇട്ട് അങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മീനായോന്ന് നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം. ആയിട്ടുണ്ട്. തിരിച്ചിട്ട് കൊടുക്കാം. ഇതിലേക്കുള്ള തേങ്ങയൊക്കെ ചിരവിട്ട് സെറ്റാക്കട്ടെ. ബീട്രൂട്ട് തോരന് സെറ്റായി. കറി ഇനി നമുക്ക് വറവിട്ടാൽ മതിയാവും. പിന്നെ അതേപോലെ മീനും സെറ്റായി. ലൈറ്റിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട് അല്ലേ. മീനും കാര്യങ്ങളും അതും സെറ്റായി. ചോറ് റെഡിയായി. ഉച്ചക്കൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റായി. അപ്പം നമ്മളെ കിച്ചണും റെഡിയാക്കി. എല്ലാ പരിപാടികളും കഴിഞ്ഞിരിക്കണം. ഉച്ചക്കൊക്കെയുള്ള ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റായി. ഇൻഷാ അല്ലാഹ് എല്ലാം ശരിയായി. അപ്പം ഞാനിനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരണ്ട് ഇൻഷാ അല്ലാഹ്. നിങ്ങളെല്ലാവരും നമ്മളെ വീഡിയോ
കണ്ട് സപ്പോർട്ട് ചെയ്യണം. ലൈറ്റിൻ്റെ പ്രോബ്ലം, അതേപോലെ ബാക്ക്ഗ്രൗണ്ട് പ്രശ്നം എല്ലാം, ലൈറ്റ് കാര്യങ്ങൾ എല്ലാം, സൗണ്ട് ഒക്കെ നമ്മളിത് ഒരു പ്രോബ്ലമായിട്ട് ഉണ്ടാവും. ക്ലാരിറ്റി കുറവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും അതൊക്കെ ക്ഷമിച്ച് എൻ്റെ കൂടെ നിൽക്കണം. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യണം. ഇൻഷാ അല്ലാഹ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരണ്ട്.